Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ഇരുചക്ര വാഹന പാർക്കിങ്ങിന് 5 രൂപ ഫീസ്. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലാണ് പാർക്കിംഗ് കൊള്ള എന്ന ആരോപണം ഉയരുന്നത്. പുകശല്യം കൊടുമ്പിരിക്കൊണ്ടിരിക്കെയാണ് പുതിയ ആക്ഷേപം. ആദ്യത്തെ 5 മണിക്കൂർ സൗജന്യം എഴുതിയിട്ടുണ്ട്. 1 മണിക്കൂർ ആദ്യത്തെ 1 മണിക്കൂർ സൗജന്യം എഴുതിയിട്ടുണ്ട്. പക്ഷെ നിസ്സാര ഗ്യാപ്പിൽ എൻ്റെ കയ്യിൽ നിന്ന് 2 പ്രാവശ്യം പൈസ വാങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഞാൻ ആരോട് പോയി പറയും? പറഞ്ഞു വരുമ്പോൾ അങ്കമാലി എല്ലാ ആശുപത്രി ധർമാശുപത്രി എന്നാണ് പറയണേ. എന്ത് ധർമ്മം ഇവിടെ നടക്കണേ? ഇവിടെ എന്ത് ധർമ്മം നടക്കണേ? ഒരു ധർമ്മം നടക്കുന്നില്ല. ഇപ്പൊ ഇത്തരത്തിലുള്ള കുത്തിക്കൊല അല്ലാതെ. മധ്യ കേരളത്തിലെ തന്നെ പേരുകേട്ട ഒരു ആതുരാലയമാണ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി. അരനൂറ്റാണ്ടിലേറെ കാലം മുൻപ് അങ്കമാലി പള്ളിക്ക് കീഴിലാണ് ആശുപത്രി സ്ഥാപിതമായത്. സാധാരണക്കാരായവർക്ക് കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുകയായിരുന്നു ലക്ഷ്യം. ധർമാശുപത്രി എന്ന നിലയ്ക്കാണ് അക്കാലത്ത് ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയെ ജനങ്ങൾ കണ്ടിരുന്നത്. കാലം മാറി വന്നപ്പോൾ ഈ ചിന്താഗതികൾക്കെല്ലാം മാറ്റം വന്നു. LF ഹോസ്പിറ്റൽ ഒരു ധർമാശുപത്രിയല്ലെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. ഒടുവിൽ ആശുപത്രിയിലെത്തുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് തോന്നിയ പോലെ പാർക്കിംഗ് ഫീ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആശുപത്രി അധികൃതർ. ആശുപത്രി വളപ്പിലെത്തുന്ന ഇരുചക്ര വാഹന യാത്രികർ 5 രൂപ പാർക്കിംഗ് ഫീ നൽകണം. കാലടി മാതാ ഹൗസ് കീപ്പിംഗ് ആൻഡ് കാർ പാർക്കിംഗ് എന്ന സ്ഥാപനത്തിന്റെ പേരിലാണ് ഫീസ് പിരിക്കുന്നത്. പണം പിരിക്കാൻ മാത്രമേ ഈ സ്ഥാപനത്തിന് ഉത്തരവാദിത്വമുള്ളൂ. വാഹനത്തിന്റെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. പെർ ഡേ ആണ് 5 രൂപ എന്നും ആദ്യത്തെ 1 മണിക്കൂർ പാർക്കിംഗ് സൗജന്യമായിരിക്കുമെന്നുമെല്ലാം ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആനുകൂല്യമെല്ലാം ബോർഡിൽ മാത്രം. വാഹനം ആശുപത്രി വളപ്പിൽ കടന്നാൽ ഉടൻ തന്നെ രസീതുമായി ഏജൻസിക്കാരനെത്തും. 5 രൂപ നൽകണം. ചായ കുടിക്കാനോ എന്തെങ്കിലും മരുന്ന് വാങ്ങാനോ വണ്ടിയെടുത്ത് പുറത്തിറങ്ങിയാൽ വീണ്ടും വണ്ടിയുമായി വരുമ്പോൾ പിന്നെയും 5 രൂപ നൽകണം. ഈ കൊള്ളയടിക്കെതിരെയാണ് ജനം പ്രതികരിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ അങ്കമാലി LF ആശുപത്രിയിൽ വന്നപ്പോൾ ഏകദേശം ഒരു 8 മണിക്ക് ഞാൻ വരുമ്പോൾ ഇവിടെ വണ്ടി 2 വീലർ പാർക്ക് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 5 രൂപ പാർക്കിംഗ് ഫീസ് വാങ്ങി. അപ്പോൾ ഞാനത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് തുടങ്ങി അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 5 രൂപ കൊടുത്തു. ഞാൻ 5 രൂപ കൊടുത്തിട്ട് ഞാൻ പോയി. എനിക്ക് അവരൊന്ന് അപ്പോൾ 44.53 എന്നുള്ളൊരു റെസീറ്റും തന്നു എനിക്ക്. ഞാൻ എൻ്റെ ആവശ്യം നടത്തി ഞാൻ തിരിച്ചു പോന്നു. ഞാനതിനെ ശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആരും ഈ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു മറുപടിയും തന്നിട്ടില്ല. അതുമാത്രമല്ല, ഞാൻ പോയി തിരിച്ച് പുറത്തൊരു ചെറിയ ആവശ്യമുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ എടുത്തില്ല, ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് 52, 51 എന്നുള്ള നമ്പറിൽ വീണ്ടും 5 രൂപ വാങ്ങിച്ചു. ഇവിടെ ബോർഡിൽ പെർ ഡേ 5 രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. അത് പക്ഷേ ഈ ടിക്കറ്റിൽ അത് കാണിക്കുന്നില്ല. അപ്പോൾ ഇത് ഒരു മണിക്കൂർ ഇടവിട്ട് എൻ്റെ കയ്യിൽ നിന്ന് 2 പ്രാവശ്യം പൈസ 5 രൂപ വെച്ച് വാങ്ങിയുണ്ടായത്. എനിക്ക് അറിയേണ്ട 2-3 കാര്യങ്ങൾ. ഇതാരാണ് ഇവർക്ക് ഈ പൈസ ഇവിടെ വാങ്ങാൻ അനുവാദം കൊടുത്തത്? ഇത് ബഹുമാനപ്പെട്ട DMO തലത്തിലോ അല്ലെങ്കിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലോ ഇതിന് ശക്തമായൊരു അന്വേഷണം ആവശ്യമാണ്. കാരണം ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ഒരാൾ ഒത്തിരി ടെൻഷനോടുകൂടി വരുന്നൊരു സാഹചര്യമാണ് നമുക്കറിയാം. ഹോസ്പിറ്റലിൽ പോകാത്തവരാരുമില്ല. ഇവിടെ വരുമ്പോൾ ഒരു പകൽ കൊള്ള എന്നോണം അങ്കമാലി LF ആശുപത്രി ഇത് ഇവിടെ ഇങ്ങനെ പൈസ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല. ആശുപത്രി എന്നല്ല വ്യാപാര സ്ഥാപനമായാൽ പോലും അവിടെ എത്തുന്ന ഉപഭോക്താക്കൾക്ക് സൗജന്യമായി ഇരുചക്ര വാഹനമെങ്കിലും പാർക്ക് ചെയ്യാൻ ഒരിടമുണ്ടാകണം.
ഇത് കണക്കിലെടുക്കാതെ തോന്നിയ പോലെ പണപ്പിരിവ് നടത്താൻ ആരാണ് ഇവർക്ക് അനുമതി നൽകിയത് എന്ന് ജനം ചോദിക്കുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു ഹോസ്പിറ്റലിലും ഇങ്ങനൊരു സംവിധാനം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇത് ഇവർ പറയുന്നത് പല കാരണങ്ങൾ ഇവർ പറയുന്നുണ്ട്. ഒരു ഏകീകൃതമായ ഒരു കാരണം കിട്ടുന്നില്ല. ഇതിൻ്റെ PRO സ്ഥലത്തില്ല, ആരും ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് ആരുമില്ല. ഞാനിതുമായിട്ട് നമ്മുടെ അങ്കമാലി മുനിസിപ്പൽ ഓഫീസിൽ പോയി ഇപ്പോൾ അന്വേഷിച്ചു. അവിടെ ചെന്നപ്പോൾ അവർക്ക് ഇതിൽ ഇടപെടാൻ നിവൃത്തിയില്ല എന്ന് പറയണേ. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ഞാൻ ആവശ്യപ്പെട്ടത് ഒരു ബിൽഡിങ് ഇതുപോലെ പൊതു ആവശ്യത്തിനായിട്ട് ഒരു ബിൽഡിങ് പണിയുമ്പോൾ അതിന് ഇത്ര സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ പാർക്കിംഗ് വേണം എന്നുള്ള ഒരു അടിസ്ഥാന തത്വം അത് ഈ സ്ഥാപനത്തിൽ അങ്കമാലി എല്ലാ ആശുപത്രിയിൽ പാലിക്കപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ ഒരു ചോദ്യം അതാണ്. അത് പാലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഉടനെ ഇതിനെതിരെ ഒരു നടപടിയെടുക്കണം. നടപടി എടുത്തേ പറ്റൂ. അത് മാത്രമല്ല എത്രയും വേഗം ഈ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്ന ഈ നടപടി ഈ ആശുപത്രി അധികൃതർ നിർത്തുകയും ചെയ്യണം. കാരണം ഇവിടെ വരുന്ന പാവപ്പെട്ട പിന്നെ രോഗികളുടെയും അവരുടെ ആളുകളുടെയും കുത്തിന് പിടിച്ച് പൈസ വാങ്ങുന്ന ഈ രീതി ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്നല്ല. പൊതുജനം ഇതിനെതിരെ രംഗത്തേക്ക് വരണം എന്നുള്ള എനിക്ക് പറയാനുള്ളത്. വെപ്രാളത്തോടെ ആശുപത്രികളിലേക്ക് ആളുകൾ ഓടിയെത്തുന്നത് അവിടെ സുഖവാസത്തിനല്ല, ജീവൻ രക്ഷിക്കാനുള്ള ബദ്ധപ്പാടിലാണ്. അവർക്കു നേരെ രസീതുമായി ചാടി വീഴുന്നതിന് യാതൊരു ന്യായീകരണവുമില്ല. ഇത് മാത്രമല്ല, ഇവിടെ ഒരു പേഷ്യൻ്റ് ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ ചിലപ്പോൾ ഇവിടെ അഡ്മിറ്റ് ആയി കിടക്കും. ആ സമയത്ത് ആ പേഷ്യൻറ്റിനെ കാണാൻ ചിലപ്പോൾ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ വരുമായിരിക്കാം. അവരെല്ലാവരും ഈ 5 രൂപ വെച്ച് കൊടുക്കണം. ഇത് റീഫണ്ടബിൾ ആണോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായ മറുപടി ഒരു സ്ഥലത്തു നിന്നും കിട്ടുന്നില്ല നമുക്ക്. ഇത് ഒരു പാർക്കല്ല, ഇത് ആനന്ദിക്കാൻ വരുന്ന സ്ഥലമല്ല. ഇനി എനിക്ക് ഇതിൽ ശക്തമായൊരു സംശയമുള്ളത്, ഇത് നമ്മുടെ സമീപത്തുള്ള എല്ലാ ആശുപത്രി അധികൃതരും കൂടി ഇത് ഗൂഢമായി ചിന്തിച്ച് ആലോചിച്ച് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാകാം. കാരണം LFൽ ഇത് വിജയിച്ചാൽ തൊട്ടടുത്തുള്ള മറ്റ് ആശുപത്രികളിലേക്കും ഇത് വ്യാപിപ്പിക്കാം എന്നുള്ള ഒരു ഗൂഢമായ ചിന്ത ഒരു പക്ഷേ ഇതിൻ്റെ പിന്നിലുണ്ടാകാം. അതിനെ പൊതുജനം എതിർത്തേ പറ്റൂ. അതിനാൽ തന്നെ ഈ ജനദ്രോഹ നടപടി പിൻവലിക്കാൻ ലിറ്റിൽ ഫ്ലവർ ആശുപത്രി അധികൃതർ തയ്യാറാകണമെന്നാണ് പൊതുജനം ആവശ്യപ്പെടുന്നത്. ആശുപത്രി ഇത്തരത്തിലുള്ള ഈ പകൽ കൊള്ള, അങ്ങനെ തന്നെ പറയണം, സത്യമായിട്ടും ഇതൊരു പകൽ കൊള്ള തന്നെയാണ്, ഒരു സംശയവുമില്ല. ആശുപത്രിയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രം വിഷപ്പുക പുറന്തള്ളുന്നതായി പ്രദേശവാസികളുടെ ആക്ഷേപം നിലനിൽക്കെയാണ് പാർക്കിംഗ് ഫീസ് വിവാദവും ഉയർന്നു വരുന്നത്. ഇതിനെതിരെ ബഹുമാനപ്പെട്ട മാധ്യമങ്ങളും പൊതുജനങ്ങളും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും ഇതിനെതിരെ നടപടിയെടുക്കണം. എത്രയും വേഗം ആശുപത്രി അധികൃതർ ഈ പദ്ധതി ഒഴിവാക്കി ഈ പാവപ്പെട്ട രോഗികളെ സഹായിക്കണം. മാത്രമല്ല, ഞാൻ ഇതിവിടെ നിർത്തുന്നില്ല. ഈ പരിപാടി ഉടനെ നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ നിയമ നടപടിയുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതും. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ. MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.